നമസ്കാരം, എൻ്റെ പേര് ആന ചിനു ജോസ്. ഞാൻ ലോട്ടസ് സ്റ്റെം ഗ്രൂപ്പ് അംഗമാണ്. ഇതൊരു പറ്റം എഞ്ചിനീയർമാരും സയന്റിസ്റ്റുമാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും അധ്യാപകരും ചേർന്ന് നടത്തുന്ന ഒരു നെറ്റ്വർക്കിങ്ങിനും ലീഡർഷിപ്പിനും ഉള്ള ഒരു വേദിയാണ്. പുതുതായി വന്ന കൊറോണ വൈറസ് ഇപ്പോൾ എല്ലാവർക്കും സുപരിചിതമാണല്ലോ. മാത്രമല്ല അതിനെപ്പറ്റി ധാരാളം പത്ര റിപ്പോർട്ടുകളും ലഭ്യമാണ്. ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, കോവിഡ് എന്നത് ഒരുതരം വൈറസാണ്. അതുപോലെ തന്നെ COVID-19 എന്നത് ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ഒരുതരം രോഗവുമാണ്. കഴിഞ്ഞ കുറെ ആഴ്ചകളായി COVID-19 പകർച്ചവ്യാധിയെ തുടർന്ന് മാസ്കുകൾ ധരിക്കുന്നതിനെ പറ്റി ധാരാളം സംഘർഷഭരിതമായ വാർത്തകൾ നമ്മൾ കേൾക്കുകയും ഇതിനായി ലോകമെമ്പാടും നൽകപ്പെടുന്ന ശുപാർശകൾ നിങ്ങളുടെ പ്രദേശത്തിന് അനുസരിച്ച് വ്യത്യസ്തവുമാണ്. നേരത്തെ WHO-യും CDC-യും പൊതുജനങ്ങൾ മാസ്ക് ധരിക്കണമെന്ന് ശുപാർശ ചെയ്തിരുന്നില്ല. കാരണം അതിന്റെ ലഭ്യത ആരോഗ്യ പ്രവർത്തകരുടെ കൈവശം വളരെ കുറവായിരുന്നു. പക്ഷേ ദിവസേനയുള്ള അറിവുകളുടെ പരിഷ്കരണത്തിനും രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാതെ തന്നെ ആളുകൾ ഇൻഫെക്റ്റഡ് ആകുന്നതിനാകും ശുപാർശകൾ മാറി വരികയാണ്. നല്ല തിരക്കേറിയ സ്ഥലങ്ങളിൽ 6 അടി അകലം പാലിക്കുക പ്രയാസമാണ്. അതിനാൽ അടുത്ത് ഇടപഴകുന്നവരുടെ സമീപ്യം വൈറസ് പകരാൻ ഇടയാക്കുന്നു. ഉദാഹരണത്തിന് സംസാരിക്കുമ്പോൾ, ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ. ഇപ്പോൾ CDC എല്ലാവരോടും, പ്രത്യേകിച്ച് തിരക്കേറിയ സ്ഥലങ്ങളിലും വീട്ടു സാധനങ്ങൾ മറ്റും വാങ്ങാൻ പോകുമ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും തുണി കൊണ്ട് നിർമ്മിതമായ മാസ്കുകൾ ധരിക്കാൻ നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഏത് തരത്തിലുള്ള മാസ്കുകളാണ് ധരിക്കേണ്ടത്? ആദ്യമായി ഇവയെല്ലാം 95% വായുവിൽ വഹിക്കപ്പെടുന്ന അംശങ്ങളെ അരിച്ചെടുക്കുന്ന മെഡിക്കൽ ഗ്രേഡ് മാസ്കുകളാണ്. അതിനാൽ ഇവ N95 മാസ്കുകൾ എന്ന് അറിയപ്പെടുന്നു. ഇവ മെഡിക്കൽ യൂസിന് മാത്രം ഉള്ളവയാണ്, പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയുള്ളതല്ല. ഇവ നിങ്ങൾക്ക് ഒരിക്കലും മാർക്കറ്റിൽ കിട്ടുകയുമില്ല. പിന്നുള്ളത് സർജിക്കൽ മാസ്കുകളാണ്. ഇവ ചെറുതായി ലൂസ്ലി ഫിറ്റഡ് മാസ്കുകളാണ്. സാധാരണമായ നീല നിറത്തിൽ കാണപ്പെടുന്ന ഇവയ്ക്ക് ചെവികളിലേക്ക് ഘടിപ്പിക്കാനായി വെള്ള ലൂപ്പ് സ്ട്രിങ്സും ഉണ്ട്. ഇവയ്ക്ക് തെറിക്കുകയോ തളിക്കുകയോ ചെയ്യുന്ന അണുക്കൾ അടങ്ങിയ ശരീര സ്രവങ്ങളെ മൂക്കിന്റെയും വായുവിന്റെയും പ്രദേശങ്ങളിൽ നിന്നും തടയാനാകും. ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ രോഗികളുമായി അടുത്തിടപഴകുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി കൂടിയ അവ മാറ്റിവെക്കണം. കാരണം അവർക്ക് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അവസാനമായി തുണി കൊണ്ടുള്ള മാസ്കുകളാണുള്ളത്. ഇവയാണ് പൊതുജനങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെടുന്നത്. ഇവ നമുക്ക് വീട്ടിൽ തന്നെ പഴയ ടീഷർട്ടിൽ നിന്നോ ബെൻഡാനയിൽ നിന്നോ ഉണ്ടാക്കാവുന്നതാണ്. ഇവ വായു കടത്തിവിടുന്നവയായിരിക്കണം. കൂടാതെ ഒന്നിൽ കൂടുതൽ തുണി ഇഴകളിലൂടെ പാളികൾ ഉണ്ടായിരിക്കുകയും നനച്ചു കഴിയുമ്പോൾ ചുരുങ്ങാത്തതും ആയിരിക്കണം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് മാസ്കും മുഖവും തമ്മിൽ വിടവ് ഉണ്ടായിരിക്കാൻ പാടില്ല. ചെവിയുടെ ഈ മാസ്ക് ഘടിപ്പിക്കുവാനായി ഹെയർ ബാൻഡുകളോ ഇലാസ്റ്റിക് ബാൻഡുകളോ അല്ലെങ്കിൽ തുണി കൊണ്ട് തന്നെയുള്ള വള്ളികളോ ഉപയോഗിക്കാം. ചുരിദാർ ഷോളുകളോ അല്ലെങ്കിൽ ചുന്നി ഒരിക്കലും ഒരു നല്ല ഫേസ് മാസ്ക് ആയിരിക്കുകയില്ല. ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് തുണി കൊണ്ടുള്ള മാസ്കുകൾ നിർദ്ദേശിക്കപ്പെടുന്നത് എന്ന് അറിയാം. ഇനി നമുക്ക് അതെങ്ങനെയാണ് കൃത്യമായി ധരിക്കുന്നതെന്നും മാസ്ക് മാറ്റുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഉപയോഗശേഷം അത് എന്ത് ചെയ്യണമെന്നും നോക്കാം. ആദ്യമായി സോപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ 20 സെക്കൻഡ് കഴുകുക. നിങ്ങൾക്ക് നീളമുള്ള മുടിയാണെങ്കിൽ അവ കെട്ടിവെക്കുക. മാസ്കിന്റെ സ്ട്രാപ്സോ ലൂപ്സോ മാത്രം സൂക്ഷിച്ച് പിടിക്കുക. അല്ലാതെ അവയുടെ മുന്നിലോ അകത്തോ തൊടരുത്. നിങ്ങളുടെ മാസ്കിൽ സ്ട്രാപ്സ് വള്ളികൾ ഉണ്ടെങ്കിൽ മുകളിലത്തെ സ്ട്രാപ്സ് നിങ്ങളുടെ തലയിലും താഴത്തെ സ്ട്രാപ്സ് നിങ്ങളുടെ കഴുത്തിന്റെ പിൻവശത്തും കെട്ടുക. നിങ്ങളുടെ മൂക്കും വായും തൊണ്ടയും മുഴുവനായും മൂടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാധാരണമായി ശ്വസിക്കാനാകുമോ എന്നും ഉറപ്പുവരുത്തുക. എന്നിട്ട് നിങ്ങളുടെ കൈകൾ വീണ്ടും 20 സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. നിങ്ങൾ മാസ്ക് ധരിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തോ മാസ്കിലോ അനാവശ്യമായി തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ കൈകളിലെ മാലിന്യീകരണ വസ്തുക്കൾ മുഖത്തേക്കോ പകരാനും അതുവഴി ഇൻഫെക്ഷൻ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് സ്പർശിക്കുന്നതിന് മുമ്പ് കൈകൾ 20 സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പൊതു സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ നിങ്ങൾ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ മാസ്ക് ഊരരുത്. അങ്ങനെ ചെയ്താൽ ഇവ ആരിലേക്കാളും ഇനി സുരക്ഷിതം ആയിരിക്കുകയില്ല. നിങ്ങൾ ഗ്ലാസുകൾ ധരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശ്വാസം തട്ടുമ്പോൾ മൂടിക്കെട്ടുന്ന തരത്തിലുള്ള ഗ്ലാസുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഉപയോഗിക്കുക. മാസ്കുകൾ ധരിക്കുമ്പോൾ വായു ചൂട് പിടിക്കുകയും
അത് ശ്വാസതടസ്സം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ പുറത്ത് ചിലവഴിക്കുന്ന സമയം പരിമിതിപ്പെടുത്താൻ ശ്രമിക്കേണ്ടത്. നിങ്ങൾ സുരക്ഷിതമായ സ്ഥലത്ത് അല്ലെങ്കിൽ വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ മാസ്ക് മാറ്റുന്നതിന് മുമ്പ് കൈകൾ 20 സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. മാസ്ക് മാറ്റുമ്പോൾ അതിന്റെ സ്ട്രാപ്സിലോ ലൂപ്സിലോ ഒഴികെ മറ്റെവിടെയും തുടരുത്. മാസ്ക് മാറ്റിയാൽ ഉടൻ തന്നെ സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഉപയോഗിച്ച് അവയെ കഴുകാനിടുക. ഈതർ വാഷിംഗ് മെഷീൻ ഓർ ബൈ ഹാൻഡ് വാഷ്. വീണ്ടും നിങ്ങളുടെ കൈകൾ 20 സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. നിങ്ങളുടെ ക്ലോത്ത് മാസ്കിന്റെ ഷേപ്പോ കളറോ നഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ കീറുകയോ ചെയ്താൽ അവയെ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ആക്കി ഗാർബേജിലോ ട്രാഷിലോ നിക്ഷേപിക്കുക. ശ്വാസതടസ്സമുള്ളവരോ 2 വയസ്സിന് താഴെയുള്ള കുട്ടികളോ അല്ലെങ്കിൽ പരസഹായമില്ലാത്ത മുഖംമൂടി മാറ്റാൻ സാധിക്കാത്തവരോ മാസ്കുകൾ ധരിക്കാൻ പാടില്ല. നിങ്ങൾ പൊതുസ്ഥലങ്ങളിലായിരിക്കുമ്പോൾ ക്ലോത്ത് മാസ്ക് ധരിച്ചിട്ടുണ്ട് എന്നത് ഒരിക്കലും സാമൂഹിക അകലം പാലിക്കുന്നതിന് പകരമാവില്ല. നിങ്ങൾ ഒരു പക്ഷേ നോൺ മെഡിക്കൽ മാസ്കുകളാണ് ധരിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ മൂക്കും വായും അനാവശ്യമായി തൊടുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ കണ്ണിൽ തൊടാനോ തിരുമാനോ പാടുള്ളതല്ല. WHO-യും CDC-യുടെയും ലിങ്കുകൾ അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്കുമുള്ള ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. Hope you follow all these procedures on wearing masks. Stay safe, stay healthy. Thank you.